Now let's talk about blood pressure. What do you mean by blood pressure? It is defined as the lateral pressure that is exerted by the blood on the walls of the blood vessel while it is flowing through them. So ഒരു വെസലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ട്യൂബിൻ്റെ അകത്ത് ആ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പം ആ ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന ലാറ്ററൽ പ്രഷർ ഓൺ ദാറ്റ് ട്യൂബ് അല്ലെങ്കിൽ ബ്ലഡ് വെസലിനാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. Now blood pressure കൂടാനും കുറയാനും ഒക്കെ it depends on two things: the distance from the heart, the blood that is flowing അതിൻ്റെ distance from the heart, and the nature of the blood vessel. Nature of the blood vessel എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കട്ടി, അത് കുറുകിയിരിക്കും. If the viscosity is more, the pressure will be more. If the viscosity of the blood is less, the pressure will be also less. അല്ലെങ്കിൽ the amount of blood കൂടുതലാണ്, amount of blood within the blood vessel pressure കൂടും. So blood pressure എന്ന് പറയുന്നത് will be more in the blood vessels that are close to the heart, that is pulmonary arteryയും aortയും ഒക്കെ ആ ആർട്ടറീസിലായിരിക്കും കൂടുതൽ ബ്ലഡ് പ്രഷർ കാണുന്നത് than in the peripheral regions and the capillaries. And അതിൻ്റെ അകത്തു നിന്ന് ആർട്ടീരിയൽ സിസ്റ്റത്തിലായിരിക്കും കൂടുതൽ ബ്ലഡ് പ്രഷർ ദാൻ ഇൻ ദി വീനസ് സിസ്റ്റം. ആൻഡ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ വാൾസിൻ്റെ തിക്നെസ് ആണ്. ആർട്ടീരിയൽ വാൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ തിക്ക് ആൻഡ് ലെസ് ഇലാസ്റ്റിക്. സോ അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കുറവായതുകൊണ്ട് കുറച്ചും കൂടെ കട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ലാറ്ററൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഓൺ ദ വാൾ നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും. While in the veins, the wall of the veins are more thin and more elastic. So അതിൻ്റെ pliability കൂടുതലായതുകൊണ്ട് അതിൻ്റെ എക്സേർഷന് കുറവായിരിക്കും. So this is the difference according to the vessels on the body. The normal blood pressure എന്ന് പറയുന്നത് is 120/80 mm of Hg, that is millimeters of mercury. Now ഈ 120യും 80യും എന്ന് പറയുന്ന ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ്? സിസ്റ്റോളിക്, that is ഹാർട്ട് കോൺട്രാക്റ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ. അതിൻ്റെ മാക്സിമം ഡ്യൂറിങ് ദി വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ്. വെൻട്രിക്കിൾസിൻ്റേതാണ് ഫുൾ ഈ 120യും 80യും പറയുന്നത്. വെൻട്രിക്കിൾസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറിനെയാണ് നമ്മൾ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുമ്പം ഡ്യൂറിങ് ദി വെൻട്രിക്കുലർ സിസ്റ്റോൾ, ദറ്റ് ഈസ് 120 mm of Hg, ആൻഡ് ദാറ്റ് ക്യാൻ റേഞ്ച് ഫ്രം 110 to 130, ദറ്റ് ഈസ് 10 millimeters of mercury ലെഫ്റ്റും റൈറ്റിലോട്ടും ഡീവിയേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് 110 to 130 mm of Hg. Now diastolic BP എന്ന് പറയുന്നത് is the minimum blood pressure during the ventricular diastole, which is 80 mm of Hg. This is also coming under the range 10 millimeters of Hg right and left, that is 70 to 90 റേഞ്ചിൽ നമുക്ക് അതിനെ നോർമലായിട്ട് കൺസിഡർ ചെയ്യാം. Now ഇത് കൂടാതെ what do you mean by pulse pressure? The mean difference between the systole and diastole, that is 120 minus 80 ആണ് പൾസ് പ്രഷർ എന്ന് പറയുന്നത്, which will be 40 mm of Hg. And ഈ മൂന്ന് പാരാമീറ്റേഴ്സ്, that is your systolic BP, your diastolic BP and your pulse pressure, ഇതിനെല്ലാത്തിനും ഒരു റേഷ്യോ ഉണ്ട്, which is 3:2:1. Now